ഹലോ മക്കളേഴ്സ്, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗൂഗിൾ. മകളെ, മൂവി സീരീസ് ഇയർ 9ാം ക്ലാസ്സിലെ മാത്സിലെ ഓണപരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന്. സെക്കൻഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് സെറ്റ് ആക്കി തരാൻ പോകുന്നത്. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ മാക്സിമം ഈ ചാപ്റ്ററിൽ നിന്നുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. റെഡി? സോ സിമ്പിൾ ആയി പഠിച്ചോ. ആദ്യം ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചു പഠിക്കാം, എന്നിട്ട് ആൻസറിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിട്ടോ, ഇത് ടഫ് ആണെന്ന് ചിലവരൊക്കെ പറയും, പക്ഷെ ടഫ് അല്ല. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കൃത്യമായി കണ്ടാൽ വളരെ സിമ്പിൾ ആക്കി ഞാൻ തരാം. റെഡി ആയിക്കോ. സോ മകളെ, വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. റെഡി? സോ മകളെ, ക്വസ്റ്റ്യൻ വായിച്ചോ. ഇൻ ദ ഫിഗർ BCDE, അതായത് ഇതാണ് BCDE ഈസ് എ സ്ക്വയർ. ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു സമചതുരമാണ്, സ്ക്വയർ ആണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് AB ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. AB എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ അവിടെ ക്വസ്റ്റ്യനിൽ തന്നു. നെക്സ്റ്റ് AE 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ 90 ഡിഗ്രി ആണ്. ഇതൊരു ട്രയാങ്കിൾ ആണ്, ത്രികോണമാണ്. ഇത് ഇത്രയും സെറ്റ് ആണല്ലോ. ഇനി നോക്കിക്കോ, ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ BCDE? ഈ സ്ക്വയറിന്റെ, ആ സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കുക. യെസ്, ഈ BCDE യുടെ പരപ്പളവ് എത്ര? അപ്പൊ ഈ ചിത്രവും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലവർ വിചാരിക്കുന്നത് വലിയ ടഫ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സിമ്പിളാ, വളരെ സിമ്പിളാ. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പൈതഗോറസ് തിയറം നമ്മൾ ഈ ചാപ്റ്ററിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ചാപ്റ്റർ കൃത്യമായി അറിഞ്ഞാൽ നമുക്കറിയാം പൈതഗോറസ് തിയറം എങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന്. നമുക്കറിയാം ഈ സ്ക്വയറിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പോകണം കേട്ടോ. ഈ സ്ക്വയറിന്റെ, ഈ സമചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കിട്ടണം? ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം, ഈ വശത്തിന്റെ നീളം, ഇതിന്റെ നീളം കണ്ടുപിടിക്കണം. 4 നീളം സെയിം ആണല്ലോ, കാരണം ഇതെന്താണ്? സമചതുരാണ്, സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ത്രികോണമുണ്ട്. ഇത് എത്രയിടാ? ഇവിടെ 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണല്ലോ. 90 ഡിഗ്രി ആണ്. അവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഈ 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡാണ് ഈ റൈറ്റ് ട്രയാങ്കിൾ, മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ്, കർണം. മനസ്സിലായിക്കോ? കർണവും ഒരു സൈഡും തന്നിട്ട് ഈ സൈഡ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്താണ്? ഈ സ്ക്വയറിൽ നിന്ന് ഈ സ്ക്വയർ മൈനസ് ചെയ്യുക. റെഡി ആണല്ലോ? യെസ്. അപ്പൊ പൈതഗോറസ് തിയറം അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായി അത് പഠിക്കണം. അത് പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. ഈ സൈഡ് കണ്ടുപിടിക്കാൻ കർണം സ്ക്വയറിൽ നിന്ന് ഈ പാദം സ്ക്വയർ മൈനസ് ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ഈ സൈഡിന്റെ ഹൈറ്റിന്റെ സ്ക്വയർ കിട്ടും. സോ ഈ BE ഈസ് ഈക്വൽ ടു, ഈ സൈഡ് ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. BE സ്ക്വയർ കൃത്യമായി മനസ്സിലായിക്കോ. BE സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ ഈ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 3 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ മൈനസ് ചെയ്യാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? വാട്ട് ഈസ് 3 സ്ക്വയർ? 3ന്റെ സ്ക്വയർ എന്താടാ? 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ, 9 അല്ലേ? 3 into 3 9 ആണ്. മൈനസ് വാട്ട് ഈസ് 2 സ്ക്വയർ? 2ന്റെ സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 into 2 4 ആണ്, 4 ആണ്. സോ 9 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5, 5. 9 4 കുറച്ചാൽ 5. സോ BE സ്ക്വയർ, BE സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. വാട്ട് ഈസ് BE? അപ്പൊ BE എന്ന് പറഞ്ഞാൽ എന്താ? BE എന്ന് പറഞ്ഞാൽ √5. BEന്റെ സ്ക്വയർ 5 ആണെങ്കിൽ BE എന്ന് പറഞ്ഞാൽ √5. റെഡി ആണോടാ? യെസ്. അപ്പൊ എല്ലാ സൈഡും BE എന്നുള്ള സൈഡ് √5. അപ്പൊ BC എത്ര? √5. DC എത്ര? √5. EDയും √5. എല്ലാ സൈഡും √5 കിട്ടി, കാരണം അതൊരു സ്ക്വയർ ആണ്, സമചതുരമാണ്. സമചതുരാണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അപ്പൊ ഒരു സൈഡ് കിട്ടിയാൽ ഈ സൈഡ് എത്രയും നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിച്ചാൽ 4 സൈഡും അതേ സൈഡായി. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. റെഡി ആണല്ലോ? യെസ്. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിന്റെ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ BCDE? സമചതുരം BCDEയുടെ പരപ്പളവ് എത്ര? എങ്ങനെയാണ് പരപ്പളവ് കാണാൻ? സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്താ? സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശമാണ്. അപ്പൊ നോക്ക് ഏരിയ, പരപ്പളവ്, ഏരിയ പരപ്പളവ് ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. യെസ്, സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം. ഇവിടെ സൈഡ് എത്ര? √5 ആണ്. സോ √5 ഇൻറ്റു √5. സോ √5 ഇൻറ്റു √5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. √5 ഇൻറ്റു √5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ ഈ 5 ആണ് എന്ത്? ഏരിയ, പരപ്പളവ്. സോ 5 സെന്റിമീറ്റർ സ്ക്വയർ, ഇതാണ് 5 ആണ് ഏരിയ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി, 5 കിട്ടി. 5. ഇനി രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ നോക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് സ്ക്വയർ BCDE?
സമചതുരം ബി സി ഡി യുടെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ്, യെസ്, പെരിമീറ്റർ. എന്താ ചുറ്റളവ് വരിക? ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ചുറ്റളവ്, യെസ്, ചുറ്റളവ്, ചുറ്റളവ്, പെരിമീറ്റർ, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. പെരിമീറ്റർ എന്ന് പറയുന്ന മക്കളെ 4 വശവും കൂട്ടിയതല്ലേ? അപ്പൊ ഇവിടെ എത്ര സൈഡ് ഉണ്ട്? എത്ര സൈഡ് ഉണ്ട്? ഇതാ √5 പ്ലസ് √5 പ്ലസ് √5 പ്ലസ് √5. എത്ര √5? 4 √5. 4 into √5. √5 പ്ലസ് √5 പ്ലസ് √5 പ്ലസ് √5. എത്ര √5 ആയി? 4 √5 ആയി. അപ്പൊ 4 √5 എഴുതാം. 4 into √5 ഇത്രയേ ഉള്ളൂ പെരിമീറ്റർ, ചുറ്റളവ്. എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി സെറ്റ് അല്ലേടാ? ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്, അതാണ് ചുറ്റളവ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഹൗ മച്ച്, ശ്രദ്ധിച്ചോ, ഹൗ മച്ച് ഗ്രേറ്റർ ഇൻ ദ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ബി സി ഡി ഇ ദാൻ ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി ഇ. ത്രികോണം എ ബി ഇയുടെ ചുറ്റളവിനേക്കാൾ എത്ര കൂടുതലാണ് സമചതുരം ബി സി ഡി ഇയുടെ ചുറ്റളവ് എന്നാണ് ചോദ്യം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, A+ ലെവൽ ക്വസ്റ്റ്യൻ. രണ്ടിന്റെയും ചുറ്റളവ് എഴുതിയിട്ട് അവ രണ്ടും തമ്മിൽ മൈനസ് ചെയ്യണം. യെസ്, അതിനായിട്ട് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് അറിയോ? √5ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2.23 2.23 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ 2.23 √5ന്റെ വാല്യൂ ആയിട്ട് കൊടുക്കണം. അത് ഇവിടെ തന്നത് കൊണ്ട് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മക്കളെ ശ്രദ്ധിച്ചോ, ഇവിടെ എന്ത് ചെയ്യാ? 4√5 എന്ന് പറഞ്ഞാൽ 4 into √5ന്റെ വാല്യൂ ഇതാ 2.23 വരെ കൊടുത്താൽ മതി. സോ 2.23 ഇതങ്ങോട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്യാ 2.23 into 4 ചെയ്താൽ മതി. സാധാ പോലെ ചെയ്യാം. എന്ത് ചെയ്യാ? 3 4 12, 1 2 3 4 8, 9 2 4 വീണ്ടും 8. ഇവിടെ എന്ത് ചെയ്യാ? ഇവിടെ പോയിന്റിന് ശേഷം എത്ര ആളുണ്ട്? പോയിന്റിന് ശേഷം 2 ആളുണ്ട്. അപ്പൊ ദാ 2 ആൾ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടാം. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. സെറ്റ് ആണോടാ? റെഡി ആണല്ലോ? യെസ്. അപ്പൊ ഇതാ ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം 2 ആളുണ്ട്. അപ്പൊ ആൻസറിലും പോയിന്റിന് ശേഷം 2 ആളുമാണ്. 8.92 ആണ് ആൻസർ. 8.92 ആണ് ആൻസർ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, ശ്രദ്ധിച്ചോ. എന്താണ്? ത്രികോണത്തിന്റെ, ഇവിടെ നോക്ക്, ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും സ്ക്വയറിന്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കൂടെ കാണണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. യെസ്, പെരിമീറ്റർ ഓഫ് എന്ത് കാണണം? ആദ്യം ട്രയാങ്കിൾ എഴുതണം. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, പെരിമീറ്റർ, യെസ്, ചുറ്റളവ്, ട്രയാങ്കിളിന്റെ ചുറ്റളവ്. റെഡി? അപ്പൊ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്യണം? 3 സൈഡും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പൊ നോക്ക്, ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഇതാ, അവിടെ 1 2 3, ഈ 3 സൈഡ് ഉണ്ടല്ലോ, ഈ 3 സൈഡും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. സോ 2 + 2 + 3 + √5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 3 എത്ര? 2 3 കൂട്ടിയാൽ എത്ര? 2 3 കൂട്ടിയാൽ 5 ആണ്. സോ 5 + √5ന്റെ വാല്യൂ എത്ര? 2.23. ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.23. അത് അങ്ങോട്ട് കൊടുത്താൽ മതി. 2.23 2.23 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 5ഉം 2.23 കൂട്ടിയാൽ 5 2 കൂട്ടിയാൽ 7. അപ്പൊ 7.23 സിമ്പിൾ. 7.23 ആണ് എന്ത്? ചുറ്റളവ്, ട്രയാങ്കിളിന്റെ ചുറ്റളവ്. റെഡി ആണല്ലോ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ ചുറ്റളവ്. ഇനി നമ്മളോട് ചോദിച്ചത് എത്ര കൂടുതലാണെന്നാ. ട്രയാങ്കിളിന്റെ ചുറ്റളവിനേക്കാൾ എത്ര കൂടുതലാണ് എന്തിന്റെ ചുറ്റളവ്? നമ്മുടെ സ്ക്വയറിന്റെ, സമചതുരത്തിന്റെ ചുറ്റളവ്. അപ്പൊ എന്ത് ചെയ്യണം? സ്ക്വയറിന്റെ ട്രയാങ്കിൾ ചുറ്റളവ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, കുറക്കണം. അപ്പൊ നോക്ക്, ഇതാ പെരിമീറ്റർ ഓഫ് സ്ക്വയർ, പെരിമീറ്റർ ഓഫ് സ്ക്വയറിൽ നിന്ന്, ശ്രദ്ധിച്ചിട്ടോ, പെരിമീറ്റർ ഓഫ് സ്ക്വയറിൽ നിന്ന് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ മൈനസ് ചെയ്യാൻ പോവാ. പെരിമീറ്റർ ഓഫ് സ്ക്വയർ നമുക്ക് എത്ര കിട്ടിയത്? 8.32 ആണ്. സോ 8.92, 8.92 മൈനസ്, ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്താ മൈനസ് ചെയ്യേണ്ടത്? 7.23, 7.23 ഇവ മൈനസ് ചെയ്യണം. എങ്ങനെ പോയിന്റ് വെച്ച് മൈനസ് ചെയ്യാം? സിമ്പിൾ ആയിട്ട് മൈനസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. യെസ്, 8.92 മൈനസ് 7.23 സാധാ പോലെ മൈനസ് ചെയ്യുക. ആ പോയിന്റിലോട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇവിടുന്ന് എന്ത് ചെയ്തു? 9 ഒന്നും കെട്ടെടുത്തു. 2 3 പോവോ? ഇല്ല. അപ്പം 12 എന്ത് ചെയ്യണം? 3 മൈനസ് ചെയ്യണം. അപ്പൊ എത്രയായി? 9. ഇവിടെ എത്രയുണ്ട്? 8 ബാക്കിയുണ്ട്. സോ 6. ഇവിടെ പോയിന്റ് ഇട്ടു. ഇവിടെ 8 1 പോയാൽ 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.69. അപ്പോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എത്ര കൂടുതലാണ്? 1.69 കൂടുതലാണ്. റെഡി ആണോടാ?
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മളെ വളരെ വൃത്തിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിച്ചു വെച്ചോ. എന്തായാലും എക്സാമിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾ കണ്ടിരിക്കും. സോ നമ്മൾ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏത് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇനിയും നെക്സ്റ്റ് വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.